കാന്തപുരത്തിന്റെ തിരുമുടി കച്ചവടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾക്ക് പ്രത്യേകതയുണ്ട്, ബറക്കത്തുണ്ട്, അതിലാർക്കും തർക്കമില്ല. എന്നാൽ ഇന്ന് തുർക്കിയിലടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രദർശിപ്പിക്കപ്പെടുന്ന വസ്തുക്കളുടെ ആധികാരികത തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതേക്കുറിച്ച് ആധികാരികമായി ഗവേഷണം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരുടെ കിതാബുകൾ അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എന്നിട്ടും അറിവില്ലാത്ത ജനങ്ങളുടെ പണം പിടുങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ പല തട്ടിപ്പുകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയിട്ട വെള്ളമാണെന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം 25,000 രൂപക്ക് വിറ്റ് ജനങ്ങളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. അതിനിടയിലാണ് കാന്തപുരം അയാളുടെ സ്ഥാപനത്തിന്റെ വാർഷികം ഒരുക്കിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയാളുടെ ആദർശക്കാരായ പല മുസ്ലിയാക്കന്മാരെയും കൂട്ടിക്കൊണ്ടുവന്ന് തിരുമുടി കേശ തട്ടിപ്പിന് അടിത്തറയിട്ടത്. ഒരു അറബിയെ കൊണ്ട് അറബിയിൽ ലക്ഷങ്ങളെ സാക്ഷി നിർത്തി വേറെ ഒരറബിയെ കൊണ്ട് കുറെ ആളുകളുടെ പേരും വായിച്ച് ഒരു സനദും അയാൾ തട്ടിക്കൂട്ടി ഒപ്പിച്ചു. വളരെ വിദഗ്ധമായി കാന്തപുരത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തിരക്കഥ എഴുതി സംവിധാനിച്ച് പേരോട് തർജ്ജമ ചെയ്ത ആ തട്ടിപ്പ് നാടകം ഇപ്പോൾ ഇതാ 8 നിലയിൽ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. അബുദാബിക്കാരൻ അറബിയെ ഏതോ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞ് കുറെ മുടിക്കെട്ടും കൊടുത്ത് പണം വാങ്ങി മുങ്ങിയത്രേ. പെണ്ണുങ്ങളുടെ മുടി പോലെ നീളമുള്ള ആ മുടിക്കെട്ടുകളിൽ നിന്നാണ് കാന്തപുരം ഈ തട്ടിപ്പൊരുക്കാൻ മുടി ഒപ്പിച്ചത്. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മാധ്യമക്കാരെയും ചാനലുകാരെയും ഒക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് വലിയ ഘോഷത്തോടെ പ്രഖ്യാപിച്ചത് അറബിയുടെ കയ്യിലുള്ള തിരുപ്പൻ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം കാന്തപുരത്തിന്റെ സന്നിധിയിലേക്ക് നീക്കം ചെയ്യുന്നുവെന്നാണ്. കേട്ടപ്പോൾ പൊതുജനം കരുതിയത് അറബിയുടെ കയ്യിൽ ഒരു മുടിയുണ്ടായിരുന്നു, ആ ഒരൊറ്റ മുടിയാണ് കാന്തപുരത്തിന് കൈമാറിയതെന്നാണ്. പിന്നീടല്ലേ തട്ടിപ്പ് പൊളിഞ്ഞത്. ഈ അറബിയുടെ വീട്ടിൽ പോയി ഈ മുടി നേർക്കുനേരെ കണ്ട അലവിക്കുട്ടി ഉദവി എന്ന മുസ്ലിയാർ അയാളെന്ന് മൊബൈലിൽ എടുത്ത ഫോട്ടോ സഹിതം ഇത് വിശദീകരിച്ചതോടെയാണ് കാന്തപുരം നടത്തിയ ഈ തിരുമുടി നാടകം പൊളിഞ്ഞത്. സത്യം വന്നിരിക്കുന്നു, അസത്യം മാഞ്ഞു പോയിരിക്കുന്നു. തീർച്ചയായും അസത്യം മാഞ്ഞു പോകുന്നതാകുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രാ 81. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ പേരിൽ മനഃപൂർവ്വം കളവ് കെട്ടിപ്പറയുന്നവനാരോ അവൻ നരകത്തിൽ തന്റെ ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ.